for Christ. നമസ്കാരം. യൂത്ത് ഫോർ ക്രൈസ്റ്റ് എന്നീ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യുവ സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത്. അവനവന്റെ കാര്യങ്ങൾക്ക് പോലും സമയമില്ലാത്തൊരു യുവജനത. ഈ സമൂഹത്തിനിടയിലും സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന യുവ നക്ഷത്രങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതിലൊരാളായ കൊല്ലം ജില്ലയിലെ ഡോൺ ബോസ്കോ എന്ന ഓട്ടോ ഓടിക്കുന്ന റോബർട്ട് എന്ന വ്യക്തിയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. നമസ്കാരം ചേട്ടാ. യൂത്ത് ഫോർ ക്രൈസ്റ്റ് എന്നീ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സമൂഹ നന്മയ്ക്കായി ചിന്തിക്കുകയും സമൂഹത്തിൽ വേറിട്ട് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ, യുവാക്കളെ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാമാണല്ലോ നമ്മുടെ ഈ യൂത്ത് ഫോർ ക്രൈസ്റ്റ്. ഇപ്പൊ റോബർട്ട് ചേട്ടനും ഇതുപോലെ സമൂഹ നന്മയ്ക്കായി ചിന്തിക്കുകയും സമൂഹത്തിന് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. എന്താണ് സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് ഇങ്ങനെ ചിന്തിക്കാനുള്ള പ്രചോദനം? ഞാനതുപോലെ മദ്യപാനമൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഡിവൈനിൽ ധ്യാനം കൂടി അതിനുശേഷം മദ്യപാനമൊക്കെ നിർത്തി. ഞാൻ ഒരു ദിവസം വണ്ടി ഓടിക്കൊണ്ട് വരുന്ന സമയത്ത് ഒരു ചൂട് വെയിലത്ത് ഒരു അപ്പച്ചൻ കിടക്കുന്നത് കണ്ട് അപ്പച്ചന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ അപ്പച്ചൻ ഇതുപോലെ വെയിലത്ത് കിടക്കുന്നു, ഈ അപ്പച്ചനെ എടുത്ത് വീട്ടിലോട്ട് എടുത്ത് കിടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഇവിടെ സ്ഥലമൊന്നുമില്ല, എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോന്നും പറഞ്ഞു. എന്റെ കണ്ണീന്ന് രണ്ടു തുള്ളി കണ്ണുനീര് എനിക്ക് ഇവിടെ വന്നപ്പോൾ വളരെ പ്രയാസപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ആ ഇടവക പള്ളിയിലെ വികാരി അച്ഛനെ ചെന്ന് ഞാൻ കണ്ടു. അച്ഛാൽ ഇതുപോലെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, പുനലൂര് മദർ തെരേസ കോൺവെന്റ് എന്ന് പറഞ്ഞൊരു അനാഥാലയമുണ്ട്, അവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, റോബർട്ട് കൊണ്ടുപോകുമെങ്കിൽ ഞാനൊരു ലെറ്റർ പേഡ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യനെയും എടുത്തുകൊണ്ട് തൊട്ട് എന്റെ ഒരു സുഹൃത്തായ വിൻസെന്റ് എന്ന് പറഞ്ഞ എന്റെ ചേട്ടനെയും കയറ്റിക്കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പുനലൂര് മദർ തെരേസ അനാഥാലയത്തിലോട്ട് ചെന്നു. ഈ അപ്പച്ചനെ അവിടെ ആക്കി അവന്റെ പേപ്പറിനകത്ത് എന്റെ പേരും അഡ്രസ്സൊക്കെ കൊടുത്ത് അങ്ങനെ അപ്രകാരം ഞാൻ നേരെ അങ്ങ് തിരിച്ച് ഇവിടെ വന്നു. അതിനുശേഷം എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു വലിയ നന്മയാണ്. അതിനുശേഷം പിന്നീട് അന്ന് മുതൽ ഈ പ്രവർത്തനം ഞാൻ അങ്ങ് തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ 147 വ്യക്തികളെ ഇതുവരെ അനാഥാലയങ്ങളിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കൊണ്ടുപോയ വ്യക്തികൾക്ക് അവർക്ക് മരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആചാരപ്രകാരം അടക്കുന്നതിനും കത്തിക്കുന്നതിനും അതിനുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ അനാഥാലയത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കുകയും, അതുമാത്രമല്ല ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ആക്കിയിട്ട് വെറുതെ ഇട്ടുകൊണ്ട് പോരാനുള്ള ഒരു വ്യക്തിയല്ല. ആ കൊണ്ടാക്കിയ വ്യക്തികൾക്ക് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാനായിട്ട് കല്യാണത്തിന് അധികം വരുന്ന ഭക്ഷണങ്ങൾ, മറ്റുള്ള അനേക ഉദ്യോഗസ്ഥന്മാർ അനേക വ്യക്തികളോട് ഈ അനാഥാലയങ്ങളെ കുറിച്ച് ഞാൻ അവരോട് പറയും. അപ്പം അവർക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ അനാഥാലയത്തിന്റെ അഡ്രസ്സ് ഞാൻ കൊടുക്കും. അവര് ഈ അനാഥാലയത്തിൽ ചെന്ന് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കും. സഹായം ചെയ്തപ്പോഴെല്ലാം അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ റോബർട്ട് എന്ന ചെറുപ്പക്കാരൻ അനാഥരോടും മക്കൾ ഉപേക്ഷിച്ചവരോടും ചൊരിയുന്ന ഈ കരുണയിലൂടെ തെരുവിൽ അലയുന്നവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ ഏതാണ്ട് 140ഓളം അനാഥർക്ക് പുനലൂർ മുതൽ കൊല്ലം ചാവറ വരെയുള്ള 12ഓളം അനാഥാലയങ്ങളിൽ അഭയം നൽകാൻ ഈ യുവാവിന് കഴിഞ്ഞു. അനാഥർക്ക് അഭയം ലഭ്യമാക്കി കൊടുക്കുന്നതിൽ മാത്രം തന്റെ കർത്തവ്യം പൂർത്തിയായതായി ഇദ്ദേഹം വിശ്വസിക്കുന്നില്ല.
അതിനോടൊപ്പം കഴിയുന്നത്ര ദിവസങ്ങളിൽ കല്യാണ വീടുകളിൽ നിന്നും മറ്റ് അടിയന്തര സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണം ശേഖരിച്ച് ഈ സ്ഥാപനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് തീരദേശ മേഖലയിലേക്ക് പല ആൾക്കാരും തന്തന്മാരും തള്ളന്മാരും നോക്കാതെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ തീരദേശങ്ങളിൽ അലഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും ഉടുപ്പുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ കൊല്ലത്തുള്ള പോർട്ട് കൊല്ലം പള്ളിത്തോട്ടത്തുള്ള റോബർട്ടിനെ വിളിച്ചാണ് ഈ ആൾക്കാരെ ഇവിടുത്തെ അനാഥ മന്ദിരങ്ങളിലാക്കുന്നത്. ഇവരുടെ ഇടയിൽ മരണം സംഭവിക്കുമ്പോൾ അവരവരുടെ വിശ്വാസമനുസരിച്ച് മരണാനന്തര ചടങ്ങുകൾ നടത്തുവാനും ഈ യുവാവ് പ്രയത്നിക്കുന്നു. അതോടൊപ്പം ആഴ്ചയിൽ ഒരു ദിവസം താൻ പ്രവേശിപ്പിച്ച അമ്മമാരെയും സഹോദരങ്ങളെയും കാണാൻ ഈ അനാഥാലയങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്യുന്നു. റോബർട്ടിന്റെ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം കൂടുന്നത് ഡോൺ ബോസ്കോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓട്ടോറിക്ഷയാണ്. തന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മറ്റ് സഹായങ്ങളൊന്നും സ്വീകരിക്കാതെ ഈ ഓട്ടോയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നത്. ചേട്ടൻ അറിയാലോ, ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നാൽ കൂടി സ്വന്തം സുഹൃത്താണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അതിന്റെ ഒരു സെൽഫി എടുക്കാനും മൊബൈലിൽ ഷൂട്ട് ചെയ്യാനും പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹമാണ് ഇന്നുള്ളത്. അവിടെയും ചേട്ടൻ വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തല്ലോ. എന്താണ് ചേട്ടൻ അതിനെപ്പറ്റി പറയാനുള്ളത്? ഞാനിതുപോലെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് സാധാരണ വണ്ടി തട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റി കിടന്നു കഴിഞ്ഞാൽ ഞാനാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അവിടെ ചെന്നിട്ട് ആ വ്യക്തിനെ ഓട്ടോയ്ക്കകത്തോ അല്ലെങ്കിൽ വേറെ ഏത് വണ്ടി വന്നാലും ഞാൻ അതിന്റെ കൂടെ അങ്ങ് കയറി ചെല്ലും. കയറി ചെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേക്കും. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അനേകർക്ക് ഒരു പേടിയുണ്ട്. വണ്ടി തട്ടി ഏതെങ്കിലും വ്യക്തികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ കേസിനകത്ത് അകപ്പെടുമോ എന്നുള്ള ഒരു ഭയം ജനങ്ങൾക്കുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് കോമാ കെയറിന്റെ ഒരു ബോധവൽക്കരണ പരിപാടിയും അതിന്റെ ഒരു മെമ്പർ കാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 മാസത്തിന് മുമ്പ് ഇതുപോലെ ഒരു വ്യക്തിനെ എനിക്ക് മൂതാക്കര ഭാഗത്ത് നിന്നും എനിക്ക് കിട്ടി. ആ വ്യക്തിയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഞാൻ ചെന്നപ്പോൾ ആദ്യം ഡോക്ടർ വളരെ വല്ലാത്ത രീതിയിൽ, അപ്പൊ ഞാൻ ഈ കാർഡ് എടുത്ത് ഡോക്ടറോട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഉടനെ തന്നെ പറഞ്ഞു ECGയും സ്കാനിങ് ഒക്കെ എടുക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് 1 മണിക്കൂറോളം ഞാൻ നിന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇപ്പം കുഴപ്പമില്ല, ഇനി റോബർട്ടിന് പോകാം, വളരെ നന്ദി എന്ന് ഡോക്ടർ പറഞ്ഞു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ച് എന്റെ സ്റ്റാൻഡിലോട്ട് വന്നത്. ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി തട്ടി ഒരു വ്യക്തി കിടന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടില് ഈ കാർഡിനകത്ത് ഇതിന്റെ നമ്പറുണ്ട്. RTO, ജോയിന്റ് RTO, അപ്പം ഇതുപോലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ വിളിച്ച് ആദ്യം ഫോണിൽ വിളിച്ച് പറയണം, ഇതുപോലെ ഒരു കേസ് കിട്ടിയിട്ടുണ്ട് സാറേ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുകയാണ്. അപ്പൊ സാറ് പറയാം, റോബർട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചോ, വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചെയ്തോളാം. അപ്പൊ ഇതിനു മുമ്പും പലപ്പോഴും ഇതുപോലെ വണ്ടി തട്ടി ഞാനിത് അബോധാവസ്ഥ കിടക്കുന്ന വ്യക്തികളെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അപ്പോഴും തന്നെ 100-ലൊക്കെ വിളിക്കും. ഉടനെ അവർ സ്പോട്ടിൽ ഞാൻ പറയും എന്റെ റോബർട്ടാണ് പറഞ്ഞു പറഞ്ഞാൽ അവർ സ്പോട്ടിൽ തന്നെ വണ്ടി കൊണ്ടുവന്നോളൂ. ഉടനെ തന്നെ ഞാൻ ഈ വ്യക്തിനെ എടുത്ത് കയറ്റി ഹോസ്പിറ്റലിലോട്ട് എത്തിക്കും. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു വ്യക്തിനെ കൊണ്ടുപോയാലും ഉദ്യോഗസ്ഥന്മാരുടെ വലിയൊരു സപ്പോർട്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കൂടുതലും ഇങ്ങനൊരു കാര്യം എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ചേട്ടന് ഗവൺമെന്റ് ഇപ്പൊ ഒരു കാർഡ് തന്നല്ലോ. എന്താണ് ചേട്ടാ അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ? പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ കാർഡ് എനിക്ക് മാത്രമല്ല, കൊല്ലത്ത് അനേക വ്യക്തികൾക്ക് ഈ കാർഡ് ലഭിച്ചിട്ടുണ്ട്. വണ്ടി ഇടിച്ച് കിടന്നു കഴിഞ്ഞാൽ സാധാരണ വ്യക്തികൾ ചെയ്യുന്നത്, ഒരു ബൈക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഹെൽമറ്റ് ഊരിക്കഴിഞ്ഞാൽ ആ പെഡലി ആരും പിടിക്കാറില്ല. സാധാരണ ഇത് കൊണ്ടുപോകേണ്ടെന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് കാൽഭാഗത്തും നടുവിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ 3-മത്തെ ഒരു വ്യക്തി ഈ തലയുടെ ഭാഗത്ത് ഒരു താങ്ങ് കൊടുക്കണം. പലപ്പോഴും അപകടം സംഭവിക്കുന്നത് പെഡലിയുടെ നരമ്പ് എന്തെങ്കിലും പൊട്ടലോ ഫാൾട്ടോ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പം പെഡലി ഓട്ടോമാറ്റിക്കായിട്ട് അടിക്കുമ്പോഴത് കൂടുതൽ വ്യക്തികളും മരണം സംഭവിക്കാനുള്ളൊരു കാര്യം അതാണ്. ഇതിനേക്കാൾ വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയാൻ എനിക്കത് പറഞ്ഞു തീർക്കാനും
പറയാനൊന്നും പറ്റത്തില്ല. അത് ചെയ്തു കാണിക്കാനുള്ള കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, ഒമാ കെയറിന്റെ ഡോക്ടറിന്റെ കൂടെ ഞാൻ ചെന്നു. എന്നെ ആ ക്ലാസ്സിന് കൊണ്ടുപോയി. അത് കൊല്ലം RTO സാമൂൽ സാറാണ് എന്നെ ഈ ക്ലാസ്സിന് കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് എടുത്തത്. അപ്പൊ ഈ ക്ലാസ്സിന് പോവുകയും എന്നെ പഠിപ്പിക്കുകയും ഞാൻ ആ ഒരു പഠിച്ച കാര്യം തന്നെ 2 വ്യക്തികളെ ഞാൻ അത് രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഗവൺമെന്റ് തന്ന കാർഡിന് അത് മാത്രമല്ല, വേറെ പ്രത്യേകതയുണ്ട്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അനേകർക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഗവൺമെന്റ് അത്രയും ഉത്തരവാദിത്തമുള്ള ഒരു കാർഡാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനുള്ളൊരു പേടിയൊന്നുമില്ല. കേസ് എടുക്കുമെന്നുള്ള നിങ്ങൾ അത് മാത്രമല്ല, കേൾക്കുന്ന ഓരോ വ്യക്തികളും, നിങ്ങൾ ഒരു വണ്ടി ഇടിച്ച് കിടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുക. നിങ്ങളുടെ പുറത്തോ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ ഗവൺമെന്റ് അങ്ങനെ ഒരു കാര്യം നിലവിൽ വെച്ചിട്ടുണ്ട്. ഒരു ആക്സിഡന്റിന് സാക്ഷിയാകേണ്ടി വന്നാൽ നമ്മൾ ആദ്യം വിളിക്കുക പോലീസിനെയോ ആംബുലൻസ് വാഹനത്തെയോ ആയിരിക്കും. എന്നാൽ കൊല്ലം ജില്ലയിലെ പരിസര പ്രദേശങ്ങളിൽ ഒരപകടമോ മറ്റെന്തെങ്കിലുമോ സംഭവിച്ചാൽ ആളുകൾ ആദ്യം അന്വേഷിക്കുന്നത് കരുണയുടെ മുഖവുമായി ഡോൺ ബോസ്കോ ഓട്ടോയിൽ വരുന്ന റോബർട്ട് എന്ന ചെറുപ്പക്കാരനെയാണ്. സ്വാർത്ഥത മറന്ന് സ്വന്തം വരുമാന മാർഗത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ സഹജീവികളെ സഹായിക്കാൻ കാണിക്കുന്ന ഈ മനസ്സ് നാട്ടുകാർക്ക് നന്നായിട്ടറിയാം. കൊല്ലം ജില്ലയിലെ RTOയും പോലീസ് ഉദ്യോഗസ്ഥരും റോബർട്ടിനോട് കാണിക്കുന്ന സ്നേഹം തന്നെ അതിന് ഉദാഹരണമാണ്. റോബർട്ടിന് 2013 ജനുവരി ആദ്യ ആഴ്ച മുതൽ എനിക്ക് പരിചയമുണ്ട്. 2013 നടന്ന റോഡ് സേഫ്റ്റി വീക്കില് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വകയായിട്ട് റോബർട്ട് ചെയ്തതായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാനിടയായി. അന്നു മുതലാണ് നേരിട്ട് പരിചയം ഉണ്ടാകാനിടയായത്. പിന്നീട് ഒരിക്കല് കൊച്ചുപ്ലാമൂട് എന്ന സ്ഥലത്ത് ഞാൻ രാവിലെ മോർണിംഗ് വാക്കിന് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ പാലത്തിന്റെ അടിയിൽ ഒരാള് അവശനായി കിടക്കുകയായിരുന്നു. ആ സമയത്ത് മറ്റുള്ളവർ അനേകം കാഴ്ചക്കാരായി അവിടെ ഉണ്ടായിരുന്നു. അവരാരും അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു ഗർത്തമായ സ്ഥലമായിരുന്നു അത്. എന്നാൽ പെട്ടെന്ന് ഞാൻ റോബർട്ടിന്റെ ഫോൺ നമ്പർ എനിക്ക് ഓർമ്മ വരികയും റോബർട്ടിനെ ഞാൻ വിളിക്കുകയും ചെയ്തു. ആ സമയത്ത് റോബർട്ട് തന്റെ ഓട്ടോറിക്ഷയുമായി കടന്നു വന്ന് ആ പാലത്തിന്റെ അടിയിൽ കിടന്ന വ്യക്തിയെ താൻ ഇറങ്ങിച്ചെന്ന് എടുത്തുകൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുപോയിട്ട് ഇടയായി. അങ്ങനെ റോബർട്ട് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റോബർട്ട് എന്ന് പറയുന്ന ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡിലാണ് ഓടുന്നത്. അയാൾ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ റോഡിലും അശരണരായി കിടക്കുന്നവരെയും മറ്റും സ്വന്തം ചെലവിൽ അയാളുടെ ഓട്ടോറിക്ഷയിൽ തന്നെ കയറ്റി അനാഥാലയങ്ങളിലും മറ്റും കൊണ്ടുപോയി പുനരധിവസിപ്പിക്കുന്ന ഒരു പരിപാടി അയാൾ എപ്പോഴും ചെയ്യാറുള്ളതാണ്. കൂടാതെ ചേരി പ്രദേശത്ത് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ മറ്റോ ഉണ്ടായാൽ അതിനെപ്പറ്റി ഇൻഫർമേഷൻ തരുന്നതിനും പോലീസിനെ അറിയിക്കുന്നതിനും അതിനെപ്പറ്റി വേണ്ട നടപടിയെടുപ്പിക്കുന്നതിനും അയാൾ മുൻകൈ എടുത്ത് നിൽക്കാറുണ്ട്. മറ്റുള്ള ഓട്ടോറിക്ഷക്കാരെക്കാൾ വിഭിന്നമായ ഒരു സ്വഭാവമാണ് അയാൾ. ലാഭം ഒന്നും തന്നെ അയാൾ ഇതിനെ ആശിക്കുന്നില്ല. സ്വന്തം ഓട്ടോറിക്ഷയിൽ തന്നെ സ്വന്തം പെട്രോൾ ഒഴിച്ചാണ് അയാൾ ഇതെല്ലാം ചെയ്യുന്നത്. ജീവിതത്തിൽ എല്ലാവർക്കും ഇതൊരു മാതൃകയാകണം എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് റോബർട്ട്. ഞാനൊരു റോബർട്ടുമായി പരിചയപ്പെടുന്ന ഒരു 4 വർഷം മുൻപാണ്. പള്ളിത്തോട്ടം സ്റ്റേഷനകരത്തിൽ തങ്കശ്ശേരിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൃദ്ധൻ, അത് എവിടുന്നോ വന്ന ഒരു വൃദ്ധൻ, അവിടെ ഇങ്ങനെ അവശത അനുഭവിച്ച് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വയ്യാതെ മറ്റുള്ളവരെ ചുറ്റും കൂടി നിൽക്കുന്നു. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു.
ഞാൻ പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, വെള്ളം വാങ്ങിച്ചു കൊടുപ്പിച്ചു, ആഹാരം എത്തിച്ചു കൊടുത്തു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഇയാളെ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുക. ഞാൻ റോബർട്ടിന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, റോബർട്ടിനെ വിളിച്ചു. റോബർട്ട് കൊച്ചുലാമൂട്ടിൽ ഓട്ടത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ എത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഒരു വെള്ളം എടുത്ത് ദേഹമൊക്കെ തുടച്ചു. അടുത്തുനിന്ന് തന്നെ ഒരു ഷർട്ടും ഒരു കൈലിയും ഒക്കെ വാങ്ങിച്ചു. അദ്ദേഹത്തെ ഡ്രസ് ചെയ്തു. പെട്ടെന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഇത് ഒരു ചെറിയ ഒരു ഉദാഹരണം മാത്രം. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ചേട്ടന്റെ ഇത്തരം പ്രവർത്തികൾക്ക് ചേട്ടന് സമൂഹത്തിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും എന്തെങ്കിലും പ്രോത്സാഹനം ലഭിക്കാറുണ്ടോ? 2013 ഇതുപോലെ എന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അന്ന് കൊല്ലം RTO KG സാമുൽ സാറ് 2013 ബെസ്റ്റ് ഓട്ടോ ഡ്രൈവറും സാമൂഹിക പ്രവർത്തനം എന്ന രീതിയിൽ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പ്രവർത്തനത്തിലൂടെ അനേക ഉദ്യോഗസ്ഥന്മാര്, അനേക വ്യക്തികൾ, അവരുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സാധാരണ ഞാനൊരു ഓട്ടോ ഓടിയാൽ ഇത്തരത്തിലുള്ള ഒരു ബന്ധം എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പം അനേകർക്ക് എന്നോടുള്ള ഒരു ഇഷ്ടം എന്നാൽ ഞാൻ ചെയ്യുന്ന ആ ഒരു നന്മയുടെ ഫലം കണ്ടിട്ടാണ് അനേകർ എന്നോട് വളരെ ഇഷ്ടത്തോടെ പെരുമാറുന്നതും. അതുമാത്രമല്ല, എനിക്ക് പലപ്പോഴും ഇതുപോലെ ഞാൻ ഓട്ടമില്ലാതെ വളരെ ഭാരത്തോടൊന്നും ഇരിക്കാറില്ല. എപ്പോഴും ചെന്നാലും എനിക്ക് ഇഷ്ടംപോലെ ഓട്ടമുണ്ട്. ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്തിയതിന് ശേഷം അനേകരെ എന്നെ വിളിച്ച് ഓട്ടം എനിക്ക് തരാറുണ്ട്. അതുകൊണ്ട് ഓട്ടത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. സ്വർഗത്തിലെ ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും കാത്തു പരിപാലിച്ച് പോറ്റി വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും. സമൂഹത്തിന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യുവജനങ്ങളോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഞാൻ ഒരിക്കൽ ഇതുപോലെ സ്റ്റാൻഡിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ കൊല്ലം RTO സാമുൽ സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോബർട്ടെ, കൊച്ചിലാമൂട്ടിലോട്ട് അത്യാവശ്യമായിട്ട് വരണം. ഇവിടെ ഒരു വയസ്സായ ഒരു അപ്പച്ചൻ കുഴിക്കകത്ത് വീണ് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, സാർ പെട്ടെന്ന് വരുന്നെന്നും പറഞ്ഞ് ഞാൻ വണ്ടിയും എടുത്ത് അവിടെ ചെന്നപ്പോൾ ആ മനുഷ്യൻ അവിടെ അബോധാവസ്ഥയിൽ വളരെ ഒരു വല്ലാത്ത രീതിയിൽ, അതുമാത്രമല്ല അവിടെ ഇറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ആ കൊച്ചിലാമൂട് പാലത്തിനടി നിറ വെറും പാമ്പും ഇഷ്ടം പോലെയുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ആ മനുഷ്യൻ അവിടെ കിടക്കുന്നത് കൊണ്ട് ഞാൻ വേറെ എന്നെ തന്നെ പോലും മറന്നുകൊണ്ട് ഞാൻ അത് എന്തൊക്കെ ചാടി പിടിച്ച് ഞാൻ താഴോട്ടങ്ങ് ഇറങ്ങി ആ മനുഷ്യനെ പിടിച്ച്, അപ്പോഴേ തന്നെ വേറെ ആൾക്കാർ വന്ന് എന്തൊക്കെ ഇട്ട് തന്ന് ഞാൻ മുകളിലോട്ട് വലിച്ചു കയറ്റി. ഉടനെ പോലീസുകാരെ വിളിച്ച് പോലീസുകാർ വന്ന് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നേരെ അനാഥാലയത്തിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. അതുപോലെ വേറൊരു അനുഭവം പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ, പള്ളിത്തോട്ടം SI അഭിലാഷ് ഇരിക്കുന്ന സമയത്ത് കാലിനകത്ത് പുഴുക്കള് പൊന്തി വരുന്ന ഒരു അവസ്ഥയിൽ, അപ്പോൾ എന്നെ SI വിളിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആൾക്കാർ ഈ സ്മെല്ലും ഇതും കണ്ടിട്ട് അനേകര് മാറി തിരിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ ഓടി വന്ന് ആ അപ്പച്ചനെ എടുത്ത് എന്റെ വണ്ടിക്കകത്ത് കയറ്റി ഞാൻ ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ വേറെ ഒരു 2 വ്യക്തിയെ കൂടി ഞാൻ വിളിച്ച് അവരെ ഹോസ്പിറ്റലിലോട്ട് ചെന്നതിന് ശേഷം ഞാൻ കൊണ്ടുപോയതിനു ശേഷം അവിടെ മരുന്ന് വെക്കാനായിട്ട് ചെന്നപ്പോഴാണ് ഞാൻ ഇറക്കുമ്പോൾ തന്നെ എന്റെ വണ്ടിക്കകത്ത് പുഴുക്കൾ കിടപ്പുണ്ട്. എന്നിട്ട് തിരിച്ച് ഞാൻ അന്ന് ഹോസ്പിറ്റലിലോട്ടുണ്ട് മരുന്ന് വെക്കാനായിട്ട് മരുന്ന് ഒഴിക്കുമ്പോൾ പുഴുക്കൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ കൂടെയുള്ള 2 പേരും ഇറങ്ങി അങ്ങ് പോയി കളഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ ഇയാൾക്ക് പോകണ്ടേ? ഞാൻ പറയും, നമ്മൾ എന്തോ പോകാനട്ടെ, നാളെ മണ്ണിനകത്ത് പോയാലും പുഴുക്കൾ തിന്നുന്ന നമ്മൾ കാണുന്നില്ല, ഇപ്പം നമ്മളിത് കാണുന്നു. ഇങ്ങനെയുള്ള ഒരു അനുഭവം. തിരിച്ചാ മനുഷ്യന് 2 ദിവസത്തോളം അവിടെ കിടന്ന് പുള്ളിക്കാരനെ SSMതിയിൽ അനാഥാലയത്തിലാണ് ഞാൻ കൊണ്ടാക്കിയത്. അപ്പൊ ഇത് ഞാൻ അനേകരോട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനുള്ള നന്മ എന്താണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഭൂമിയിൽ നമ്മളെല്ലാം പരദേശികളാണ്. ഈ ഭൂമിയിൽ സ്വന്തം എന്നൊന്ന് പറയുവാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഭൂമിയിലെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവം. ഈ ഭൂമിയിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന വാടകക്കാരാണ് നമ്മൾ ഓരോ വ്യക്തികളും. ഇതിന്റെ കാലാവധി കഴിയുമ്പം ഇവിടെ നിന്നും സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ പോകണം. അപ്പം ഇതിനുള്ള തക്ക പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോ വ്യക്തികൾക്കും കിട്ടും. ഇത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ആ സ്വർഗത്തിലെ ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്
ഞാൻ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എന്നെ കരുതുന്നു, എന്റെ ആവശ്യങ്ങളൊക്കെ ദൈവം നടത്തിത്തരുന്നു. അതിന് ഞാൻ വളരെ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ഒരു വ്യക്തി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾ കാണിക്കണം. അത് ചെയ്യുമ്പോൾ, ഈ സാധുവായ മനുഷ്യന് ചെയ്യുമ്പോൾ നിങ്ങൾ ഈശ്വരനെ തന്നെയാണ് ചെയ്തത്. ഇതൊരു വചനമുണ്ട്, കർത്താവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോഴും രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ അവനെ ശുശ്രൂഷിച്ച് അവന് കിടന്നുറങ്ങുവാനായിട്ട് ഭക്ഷിക്കുവാനുള്ള ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിങ്ങൾ എത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു പങ്ക് സ്വർഗത്തിലുണ്ട്. കൊല്ലം പള്ളിത്തോട്ടം സ്നേഹതീരം കോളനി വീട്ടിൽ താമസിക്കുന്ന റോബർട്ടിന്റെ അമ്മയും ഭാര്യയും 2 ആൺകുട്ടികളും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് ഇദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകുന്നത്. ആശ്രയവും ആരോഗ്യവും നഷ്ടപ്പെട്ടവന് ഒരു പുനർജനി സമ്മാനിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിറയുന്ന സന്തോഷാശ്രുക്കളാണ് തനിക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമെന്ന് ഈ ചെറുപ്പക്കാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. കൊല്ലം തങ്കശ്ശേരി തീരത്തെ കടലിന്റെ പതിവ് അലയടികൾ പോലെ അസ്തമയ സൂര്യന്റെ സന്ദേശവും വഹിച്ചുകൊണ്ട് പതിവ് തെറ്റാതെ തീരത്തേക്ക് മന്ദം മന്ദം വീശിയടിക്കുന്ന തീരക്കാറ്റുപോലെ ഓരോ ദിവസവും ഡോൺ ബോസ്കോ ഓട്ടോറിക്ഷയിൽ റോബർട്ട് പായുകയാണ്. അടുത്തെവിടെയോ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു. പ്രതീക്ഷിക്കാതെ ഉണ്ടായ അപകടത്തിന്റെ വേദനയിൽ കരുണയുടെ കരങ്ങൾ തേടുന്ന സഹോദരങ്ങളെ പുനർജീവനത്തിന്റെ കരങ്ങൾ നീട്ടി നഷ്ടപ്പെടാവുന്ന ജീവിതം തിരികെ നൽകാൻ അവരെയും കൊണ്ട് ആതുരാലയങ്ങളിലേക്ക് റോബർട്ട് പായുകയാണ്. കാരുണ്യത്തിന്റെ സിഗ്നൽ ലൈറ്റിടാതെ.